ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. 4ാം ക്ലാസ്സിന് നാളെ മാത്സ് ആണല്ലോ എക്സാം വരുന്നത്. സോ ഈ സബ്ജക്റ്റിൽ ക്ലോക്കും കലണ്ടറും റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ചോദ്യങ്ങൾ നോക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒരു ക്ലോക്കിൽ 3 സൂചികളാണുള്ളത്. ഇത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. എങ്കിലും ഒന്നുകൂടെ പറയാണ്, ഒരു ക്ലോക്കിൽ ഹവർ ഹാൻഡ് ഉണ്ട്, മിനിറ്റ് ഹാൻഡ് ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് ഉണ്ട്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ് വരുന്നത്. ഒരു ഹവർ എത്ര മിനിറ്റ്സ് ആണ്? 60 മിനിറ്റ്സ് ആണ്. ഓക്കെ, 1 ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. ഇനി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ 60 സെക്കൻഡ്സ് ആണുള്ളത്. ഈ 3 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഒരു ഹവർ എത്ര മിനിറ്റ് ആണെന്ന് ചോദിച്ചാൽ കിട്ടണം. ഒരു മിനിറ്റ് എത്ര സെക്കൻഡ്സ് ആണെന്ന് ചോദിച്ചാലും കിട്ടണം. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ തന്നിട്ടുള്ള ക്ലോക്കിൽ എത്രയാണ് സമയം തന്നിട്ടുള്ളത്? പറയാൻ കഴിയോ? ഇവിടെ ഹവർ ഹാൻഡ് എന്ന് പറയുന്നത് ചെറിയ കട്ടിയുള്ള സൂചിയാണല്ലേ. അത് 3ൻ്റെയും 4ൻ്റെയും ഇടയ്ക്കാണുള്ളത്. സോ നമുക്ക് പറയാൻ പറ്റും അത് ഹവർ എന്ന് പറയുന്നത് 3 ആണ്. 3ൻ്റെയും 4ൻ്റെയും ഇടയ്ക്കാണെങ്കിൽ ഹവർ പറയാം 3 എന്നാണ്. ഇനി മിനിറ്റ് ഹാൻഡ് കട്ടിയുള്ള നീളത്തിലുള്ള സൂചിയാണ്. അത് 6ലാണുള്ളത്. മിനിറ്റിൽ പറയുമ്പോൾ 6 എന്നുള്ളത് എന്താണ്? 30 ആണ് അല്ലേ. സോ ഇവിടെ സമയം എന്നുള്ളത് 3:30 3:30 ആണ്. എന്നാൽ ഇവിടെ ചോദ്യത്തിൽ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഹവേഴ്സ്, മിനിറ്റ്സ്, സെക്കൻഡ്സ് വേറിട്ട് എഴുതാനാണ്. ഹവർ ഹാൻഡ് എവിടെയാണുള്ളത്? നമ്മൾ പറഞ്ഞു 3ൻ്റെയും 4ൻ്റെയും ഇടയിലാണ്. സോ നമ്മൾ പറയാം 3 എന്നാണ്. ഹവറിൻ്റെ താഴെ നിങ്ങൾ 3 എന്ന് എഴുതി കൊടുക്കുക. ഇനി മിനിറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ മിനിറ്റ് ഹാൻഡ് ഏത് നമ്പറിൻ്റെ നേരെയാണ്? 6 എന്ന നമ്പറിൻ്റെ നേരെയാണ് അല്ലേ. നമുക്കറിയാം മിനിറ്റുകൾ പറയുമ്പോൾ 1 എന്നുള്ളത് 5 ആണ്, 2 എന്നുള്ളത് 10 ആണ്, 3 15 ആണ്, 4 20 ആണ്, 5 25 ആണ്, 6 30 ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 30 മിനിറ്റ് ആണ് ആയത്. സോ നിങ്ങൾ അവിടെ മിനിറ്റ്സിൻ്റെ താഴെ 30 എന്ന് എഴുതുക. ഇനി സെക്കൻഡ്സ്. ഇവിടെ സെക്കൻഡ് ഹാൻഡ് എവിടെയാണുള്ളത്? 3ൻ്റെ നേരെയാണ്. സോ ഇവിടെ 1 5 ആണ്, 2 എന്നുള്ളത് 10 ആണ്, 3 എന്നുള്ളത് 15 ആണ്. ഇവിടെ 15 സെക്കൻഡ്സ് ആണ് വരിക. മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന്? സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ഇനി രണ്ടാമത്തെ ചിത്രത്തിലുള്ള ക്ലോക്കിൻ്റെത് നോക്കിക്കേ. ഹവർ ഹാൻഡ് 10-ലാണുള്ളത്. സോ ഇവിടെ ഹവർ 10 എന്നാണ് വരുന്നത്. മിനിറ്റ് ഹാൻഡ് 2-ലാണ്. സോ ഇവിടെ 10 മിനിറ്റ്സ് ആണ്. സെക്കൻഡ് ഹാൻഡ് 4 കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വരയിലാണ്. സോ നമുക്ക് 22 സെക്കൻഡ്സ് എന്ന് പറയാം. നമുക്ക് 22 കിട്ടിയതെന്ന് മനസ്സിലാകില്ലേ? 4 എന്നുള്ളത് സെക്കൻഡ്സുകളിൽ പറയുമ്പോൾ 20 ആണ്. എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? 1 എന്നുള്ളത് 5 ആണ്, 2 എന്നുള്ളത് 10 ആണ്, 3 എന്നുള്ളത് 15 ആണ്, 4ലേക്ക് എത്തുമ്പോൾ 20 ആണ്. 20 കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വരയിലാണുള്ളത്. അപ്പോൾ 22 സെക്കൻഡ്സ് അല്ലേ. അടുത്ത ചോദ്യം നേരെ തിരിച്ചാണ്. ഇവിടെ ക്ലോക്കിലെ സൂചികളാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഹവർ ഹാൻഡ് എവിടെ, മിനിറ്റ് ഹാൻഡ് എവിടെ, സെക്കൻഡ് ഹാൻഡ് എവിടെ എന്നാണ് നിങ്ങൾക്ക് വരയ്ക്കേണ്ടത്. ഇവിടെ അതൊക്കെ എത്രയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ ബോക്സിലാക്കി തന്നിട്ടുണ്ട്. സോ ഇവിടെ പറയാണ് 12 ഹവേഴ്സ്. എത്ര മണിക്കൂറാണ്? 12 മണിക്കൂറാണ്. അപ്പോൾ ഹവർ ഹാൻഡ് ഏത് നമ്പറിന് നേരെയായിരിക്കും? 12ൻ്റെ നേരെയായിരിക്കും. സോ ഹവർ ഹാൻഡ് എന്ന് പറയുന്നത് കട്ടിയുള്ള ചെറിയ സൂചിയാണ്. അത് നിങ്ങൾ 12ന് നേരെ വരച്ച് കൊടുക്കുക. അടുത്തത് പറയാണ് 50 മിനിറ്റ്സ് എന്ന്. മിനിറ്റ് 50 ആണ്. ഇവിടെ 50 എന്ന് പറയുന്നത് ഏത് നമ്പറാണ്? 1 മുതൽ 12 വരെ ഉള്ളതിൽ ഏതാണ് മക്കളെ 50 എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അഥവാ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എണ്ണി നോക്കുക. 1 എന്നുള്ളത് 5 ആണ്, 2 10 ആണ്, 3 15, 4 20, 5 25, 6 30, 7 35, 8 40, 9 45, 10 50. 50 എന്ന് വന്നത് 10-ലെത്തിയപ്പോഴാണ്. സോ മിനിറ്റ് ഹാൻഡ് നിങ്ങൾ 10ലേക്ക് വരയ്ക്കുക. അതായത് വലിയ കട്ടിയുള്ള സൂചി. സെക്കൻഡ്സ് 30 ആണ്. 30 എന്ന് പറയുന്നത് ഏത് നമ്പറാണ്? 6 ആണ്. സോ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് 6ലേക്ക് വരച്ച് കൊടുക്കുക. ഇത് സിമ്പിൾ അല്ലേ. ഇനി അടുത്തത് നോക്കിക്കേ. 6 ഹവർ, 6 ഹവേഴ്സ്. എത്രയിലേക്ക് വരയ്ക്കണം ഹവർ ഹാൻഡ്? 6ലേക്ക്. അടുത്തത് 5 മിനിറ്റ്സ് ആണ്. 5 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ മിനിറ്റ് ഹാൻഡ് നിങ്ങൾ 1ലേക്ക് വരയ്ക്കുക.
16 സെക്കൻഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 16 എന്ന് പറയുമ്പോൾ എവിടെയാണ്? നമുക്കറിയാം 3-ലെത്തുമ്പോഴാണ് 15, 15. 16 എന്നുള്ളത് 15 കഴിഞ്ഞിട്ട് അടുത്ത വരയിലാണ്. സോ നിങ്ങൾ അവിടെ 3 കഴിഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ചെറിയ വരയില്ലേ, അതിൻ്റെ നേരെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വരച്ച് കൊടുക്കുക. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കി സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അടുത്തൊരു ചോദ്യമാണ്, ഈച്ച് സെക്കൻഡ് 1 milliliter ഓഫ് വാട്ടർ ലീക്സ് ഔട്ട് ഓഫ് ദിസ് ടാപ്പ്. ഓരോ സെക്കൻഡിലും 1 milliliter വെള്ളമാണ് പൈപ്പിൽ നിന്ന് ലീക്കായിട്ട് പുറത്തേക്ക് പോകുന്നത്. ഹൗ മെനി milliliter ഓഫ് വാട്ടർ വിൽ ലീക്സ് ഔട്ട് ഇൻ 10 minutes? അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റിൽ എത്ര വെള്ളമാണ് പുറത്തേക്ക് പോകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സെക്കൻഡിൽ 1 milliliter വെള്ളമാണ് പായാവുന്നത് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റിൽ എത്രയാണെന്നാണ്. അതിന് നമുക്ക് എന്തറിയണം? 10 മിനിറ്റിൽ എത്ര സെക്കൻഡുകൾ ഉണ്ടെന്ന് നോക്കിയാൽ പോരെ. എത്ര സെക്കൻഡാണോ, 1 സെക്കൻഡ് ആണെങ്കിൽ 1 milliliter ആണെന്നറിയാം. 10 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്, അത്ര സെക്കൻഡ് milliliter വെള്ളമാണ് പായാവുന്നത്. നമുക്കറിയാം 1 മിനിറ്റ് എന്നുള്ളത് 60 സെക്കൻഡാണ്. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ 60 സെക്കൻഡുകളുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 10 മിനിറ്റ് ആണ്. സോ 10 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ടെന്ന് കാണാൻ നമുക്കറിയാം 1 മിനിറ്റിൽ 60 ആണ്. 2 മിനിറ്റിൽ കാണാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം 60 ഉണ്ടാവും. 3 മിനിറ്റിലാണെങ്കിൽ 3 പ്രാവശ്യം 60 ഉണ്ടാവും. ഇവിടെ 10 മിനിറ്റ്സിൽ 10 പ്രാവശ്യം 60 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 600 സെക്കൻഡ്സ് ആണ് അല്ലേ. 10 മിനിറ്റ് എന്ന് പറയുന്നത് 600 സെക്കൻഡ്സ് ആണ്. നമുക്ക് 10 മിനിറ്റിൽ 600 സെക്കൻഡുകളാണ് ഉള്ളതെന്ന് കിട്ടി. നമുക്കറിയാം 1 സെക്കൻഡിൽ 1 milliliter വെള്ളം വീതമാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 600 സെക്കൻഡിൽ 600 milliliter വെള്ളമാണ് ലീക്കായിട്ട് പോകുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 600 milliliter വാട്ടർ എന്നാണ്. അടുത്തത് കലണ്ടർ റിലേറ്റഡ് ഒരു ചോദ്യം പറയാം. ഇഫ് January 1st ഈസ് ഓൺ മൺഡേ, വാട്ട് ഡേ ഈസ് February 8th? ജനുവരി 1-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ ഫെബ്രുവരി 8-ാം തീയതി ഏതായിരിക്കും ദിവസം എന്നാണ്. ജനുവരിയിൽ 31 വരെ മാത്രമാണുള്ളത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 1-ാം തീയതി തിങ്കളാഴ്ചയാണെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ജനുവരി 1 ആണെങ്കിൽ നമ്മൾ 1-നോട് +7 കൂട്ടുക. എത്ര വരും? 8. 8-ാം തീയതിയും തിങ്കളാഴ്ചയായിരിക്കും. ഓക്കെ, ഇനി 8-നോട് 7 കൂട്ടുക, 15 എന്ന് കിട്ടി. സോ ഇവിടെ ജാനുവരി 15th എന്ത് തന്നെ ആയിരിക്കും? ദിവസം മൺഡേ ആയിരിക്കും. ഇനി 15-നോട് 7 കൂട്ടി 22 എന്ന് കിട്ടി. ജാനുവരി 22-ാം തീയതി മൺഡേ തന്നെ ആയിരിക്കും. ഓരോ 7 ദിവസം കൂട്ടി നോക്കിയാലും നമുക്ക് ആ സെയിം ദിവസം തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കലണ്ടർ എടുത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സോ 22-നോട് 7 കൂട്ടി 29. ജാനുവരി 29 എന്ത് തന്നെയാണ്? തിങ്കളാഴ്ച തന്നെയാണ്. നമുക്ക് ഫെബ്രുവരി 8 ആണല്ലോ കാണേണ്ടത്. ജനുവരി 31 മാത്രമേ ഉള്ളൂ നമുക്കറിയാം. 29 തിങ്കളാണെങ്കിൽ 30 ചൊവ്വ, 31 ബുധനാണ്. ജനുവരി കഴിഞ്ഞാൽ അടുത്ത മാസം ഫെബ്രുവരി അല്ലേ. ജനുവരി 31 ബുധനാണെങ്കിൽ, വെനസ്ഡേ ആണെങ്കിൽ ഫെബ്രുവരി 1 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. സോ നമുക്ക് കാണേണ്ടത് ഫെബ്രുവരി 8 ആണ്. ഫെബ്രുവരി 1 തേഴ്സ്ഡേ ആയതുകൊണ്ട് അതിനോട് 7 ദിവസം കൂട്ടിയാൽ ഫെബ്രുവരി 8ഉം എന്ത് തന്നെയാണ്? വ്യാഴം, തേഴ്സ്ഡേ തന്നെയാണ്. സോ നമുക്ക് ആൻസർ കിട്ടിയിട്ടില്ലേ? ഫെബ്രുവരി 8 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. ഇത് സിമ്പിളാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക, ഒരു ദിവസത്തോട് 7 ദിവസം കൂട്ടിയാൽ സെയിം ദിവസം തന്നെ ആയിരിക്കും. അതായത് 1-ാം തീയതി ശനിയാണെങ്കിൽ അതിനോട് 7 ദിവസം കൂട്ടി 8-ാം തീയതി എന്ത് തന്നെയായിരിക്കും? ശനി തന്നെയായിരിക്കും. ഈ ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചേക്കാവുന്ന വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് സീരീസ് കംപ്ലീറ്റ് ആക്കുക. അത് നിങ്ങൾക്ക് ഇൻക്രീസിങ് നമ്പറും ഡിക്രീസിങ് നമ്പറുമായി ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്.
ഇത് നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ്. ഈച്ച് സെക്കൻഡ് 1 milliliter ഓഫ് വാട്ടർ ലീക്സ് ഔട്ട് ഓഫ് ദിസ് ടാപ്പ്. ഓരോ സെക്കൻഡിലും 1 milliliter വെള്ളമാണ് പുറത്തു പോകുന്നത്. ഹൗ മെനി milliliters ഓഫ് വാട്ടർ വിൽ ലീക്സ് ഔട്ട് ഇൻ 15 minutes? അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റിൽ എത്ര milliliter വെള്ളമാണ് പുറത്തേക്ക് പോകുന്നത്? സോ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.